KSEBിക്ക് ആശ്വാസം. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ അനുമതി. യൂണിറ്റിന് പരമാവധി 10 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങാനാണ് അനുമതി. മെയ് 15 വരെ വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഓരോ ആഴ്ചയും ലഭ്യമായ വൈദ്യുതിയും അതിന്റെ നിരക്കും കമ്മീഷനെ അറിയിക്കണം. കടുത്ത ചൂടിന് തിരിച്ചടിയായി സംസ്ഥാനത്തെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടന്നുവരുന്നതിനിടെയാണ് ആശ്വാസകരമായി ഈ നടപടി. ഗ്രാമനഗര ഭേദമില്ലാതെ ദിവസവും പല സമയങ്ങളിലായി വൈദ്യുതി മുടങ്ങുകയാണ്. ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലാണ് നിലവിലെ നിയന്ത്രണം. ഒരാഴ്ച മുമ്പ് തന്നെ വടക്കൻ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടങ്ങിയിരുന്നു. പുലിക്കല്ലൂര് ട്രെയിൻ തട്ടി 2 സ്ത്രീകൾക്ക് പരിക്ക്. നെല്ലായ സ്വദേശികളായ പുത്തൻവീട്ടിൽ ഉഷ, മകൾ പ്രാർത്ഥന എന്നിവർക്കാണ് പരിക്കേറ്റത്. ട്രെയിൻ കയറുന്നതിനായി പ്ലാറ്റ്ഫോമിലേക്ക് ട്രാക്കിലൂടെ നടന്നു വരുന്നതിനിടെയാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളത്ത് 42കാരി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. സെലീനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് പിതാവ് സമീർ ആരോപിച്ചു. കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകും. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാണ് സെലീനയ്ക്ക് പാമ്പുകടിയേറ്റത്. പാറ്റേൺ മാറ്റിയാൽ വെടിക്കെട്ട് അപകടങ്ങൾ കുറഞ്ഞേക്കും. വെടിക്കെട്ട് ഒഴിവാക്കാൻ സർക്കാരിന് കമ്മീഷന്റെ ആവശ്യമില്ല. വെടിക്കെട്ട് പാറ്റേൺ മാറ്റിയാൽ അപകടം കുറഞ്ഞേക്കുമെന്ന് മുണ്ടത്തിക്കോട് ദുരന്ത അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ. പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ശബ്ദത്തെക്കാൾ പ്രകാശത്തിന് പ്രാധാന്യം നൽകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുവെന്നും CN രാമചന്ദ്രൻ പറഞ്ഞു. അപകടരഹിതമായി വെടിക്കെട്ട് നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തൃശൂർ പൂരം നടക്കുന്നത് പീക്ക് സമ്മറിലാണ്. 38 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പോഴാണ് പൂരം. അതും അപകടത്തിന് ആക്കം കൂട്ടാമെന്നും CN രാമചന്ദ്രൻ പറഞ്ഞു. വെടിക്കെട്ട് ഒഴിവാക്കാൻ സർക്കാരിന് കമ്മീഷന്റെ ആവശ്യമില്ല. നിരോധനം സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നറിയില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഉപേക്ഷിച്ച് പുതുപ്പള്ളി പള്ളി. മലങ്കര സഭാധ്യക്ഷന്റെ ആഹ്വാനം ഏറ്റെടുത്താണ് തീരുമാനം. മെയ് മാസം നടക്കുന്ന പ്രധാന പെരുന്നാളിൽ വെടിക്കെട്ടുണ്ടാവില്ലെന്ന് ഇടവക ഭരണസമിതി അറിയിച്ചു. ദുരന്ത പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലും വെടിക്കെട്ട് ഉപേക്ഷിച്ചിരുന്നു. ചന്ദനപ്പള്ളി വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടാണ് ഉപേക്ഷിച്ചത്. തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകാനാണ് തീരുമാനം. ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. മെയ് 7-8 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ നടക്കുന്നത്.